ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഡിവൈൻ സ്കീം, പൽന സ്കീം, റെയർ എർത്ത് മിനറൽസ്, ഗിഫ്റ്റ് സിറ്റി, നഷീലി ഗോലിയൻ, ഇന്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കൊളംബിയ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിൽ മണി ലോണ്ടറിങ്, അതുപോലെ തന്നെ വയലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, ഈ രണ്ട് തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ലോസും ഇന്ത്യയിൽ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ വയലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അന്വേഷണം നടത്തുന്ന ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1956 അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായിട്ട് മാറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1956 ഇത്തരത്തിൽ ഒരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നുള്ള പേരിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ കീഴിലാണ് ഇത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ 1947 ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ആക്ട് ഉണ്ടായിരുന്നു, ഫെറ ആക്ട് എന്ന് ചുരുക്കി പറയും. ഈ ഫെറ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വയലേഷൻസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ തൊട്ടടുത്ത വർഷം ഈ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിൽക്കാലത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പാരന്റൽ ഓർഗനായിട്ട്, അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ കീഴിൽ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ കീഴിലായിരുന്നു നേരത്തെയെങ്കിൽ, പിന്നീട് ഈ പാരന്റൽ ഓർഗനൈസേഷൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൽ നിന്ന് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂയിലേക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫെറ ആക്ട് പിന്നീട് 1970 ഇതേ പേരിൽ തന്നെ ഫെറ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു നിയമം പാസ്സാക്കിക്കൊണ്ട് 47 നിയമത്തിനെ റിപ്പീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് 1990 അവസാനത്തിൽ ഇന്ത്യയിൽ ഈ എക്കണോമിക് റിഫോംസ് ഒക്കെ വന്ന സമയത്ത് 1999 വന്നിട്ടുണ്ടായിരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലൂടെ ഈ ഫെറ ആക്ടിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഫെറ ആക്ടിന് പകരം ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഫെമ ആക്ട് ആണ്. 99 ഈ ഫെമ ആക്ട്, അതുപോലെ തന്നെ 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, ഈ രണ്ട് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒഫൻസസിനെ കുറിച്ച് അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഈ രണ്ട് നിയമങ്ങളുടെയും എൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുകയാണെന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ വരുന്നത് കൊണ്ടാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിവൈൻ സ്കീമാണ്. ഡിവൈൻ സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് ഡിവൈൻ സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീമിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്നുള്ളതാണ്. ഇത് 2022-23 കേന്ദ്ര ബഡ്ജറ്റിന്റെ സമയത്താണ് ഈ ഡിവൈൻ സ്കീം ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നത്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ നിലവിൽ ഇന്ത്യയിലുള്ള PM ഗതിശക്തി പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ PM ഗതിശക്തി സ്കീം ഉണ്ട്. ആ സ്കീമിന്റെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ ഫണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ ഫണ്ട് ചെയ്യുക. രണ്ടാമതായിട്ട്, ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ അവിടെയുള്ള സോഷ്യൽ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളെ ഫണ്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെയുള്ള യുവാക്കൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, അവർക്കുള്ള ലിവ്ലിഹുഡ് ആക്ടിവിറ്റീസിനെ എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അവിടെയുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ള ഡെവലപ്മെന്റൽ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് പൽന സ്കീമാണ്. പൽന സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നാഷണൽ ക്രഷ് സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഷണൽ ക്രഷ് സ്കീമാണ് ഇപ്പോൾ പൽന സ്കീം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് പൽന സ്കീം എന്ന് റീനെയിം ചെയ്യുകയും നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള മിഷൻ ശക്തി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്, വുമൺ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ആ മിഷൻ ശക്തി സ്കീമിന്റെ ഒരു സബ് സ്കീമാണ് സമർത്ഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ മിഷൻ ശക്തി സ്കീമിന്റെ കീഴിലുള്ള സമർത്ഥ്യ എന്ന് പറയുന്ന സബ് സ്കീമിന്റെ കീഴിലാണ്
ഇപ്പോൾ ഈ പൽന സ്കീം വരുന്നത്. പക്ഷേ പൽന സ്കീം ഓർത്തിരിക്കുക, അത് നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ ക്രഷേഴ്സ് സ്കീം എന്ന് പറയുന്ന സ്കീമിൻ്റെ ഒരു റീനെയിംഡ് വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പേര് മാറ്റി അതിനൊന്ന് റീഓർഗനൈസ് ചെയ്തതാണ് ഈ പൽന സ്കീം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നമുക്കറിയാം, ഈ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡേ കെയറുകൾ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൽന സ്കീമിൻ്റെ കീഴിലും അംഗൻവാടി കം ക്രഷസ്, അതായത് ഈ അംഗൻവാടികൾ അതുപോലെ തന്നെ ഈ ഡേ കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ സ്കീമിനകത്തുള്ളത്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ സ്കീം വരുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ ഈ നാഷണൽ ക്രഷേഴ്സ് സ്കീമിൻ്റെ ഭാഗമായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ക്രഷേഴ്സ് അല്ലെങ്കിൽ ഡേ കെയറുകൾ ഒരു സ്റ്റാൻഡ് ലോൺ ക്രഷേഴ്സ് ആക്കി ഈ പുതിയ സ്കീമിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, ഈ പൽന സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രഷേ കെയർ ഫെസിലിറ്റീസിൻ്റെ ക്വാളിറ്റി ക്രഷേഴ്സ് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് ടു ചിൽഡ്രൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ക്രഷേ കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഹെൽത്ത്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളുടെ അമ്മമാർക്ക് ഒരു ഗെയിൻഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഗെയിൻഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ജോലികൾ ടേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ എനേബിൾ ചെയ്യുക. ബേസിക്കലി ഇങ്ങനെയുള്ള ഡേ കെയറുകൾ റൺ ചെയ്യുന്നതിലൂടെ കുട്ടികളെ നോക്കുക എന്നുള്ളത് തൽക്കാലത്തേക്ക് ഈ ഡേ കെയറുകൾ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മിഷൻ ശക്തി സ്കീമിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ശക്തി സ്കീമിൻ്റെ കീഴിൽ ഈ പദ്ധതി വരാനുള്ള കാരണം. ഇനി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക്, അതായത് എസ്പെഷ്യലി 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സ്ലീപ്പിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ ഏർലി സ്റ്റിമുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക. ഗ്രോത്ത് മോണിറ്ററിങ്, അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്സ്, അതുപോലെ ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ പോഷൻ 2.0 ആയിട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സ്കീമിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി മിഷൻ ശക്തിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മിഷൻ ശക്തി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു അംബ്രല്ല സ്കീമാണിത്. അപ്പോൾ ഇതിനകത്ത് വുമൺസിൻ്റെ സേഫ്റ്റിയും എംപവർമെൻറ്റിനുമാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഈ മിഷൻ ശക്തി സ്കീമിനകത്ത് 2 സബ് സ്കീംസ് ഉണ്ട്. ഒന്ന് സമ്പലാണ്. സമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമ്പൽ സ്കീമിനകത്ത് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1 സ്റ്റോപ്പ് സെൻറ്റേഴ്സ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെയുള്ള കുറേ സ്കീംസ് ഈ സമ്പൽ സ്കീമിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ സമ്പൽ എന്ന് പറയുന്ന കോമ്പണൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. രണ്ടാമത്തത് സമർത്ഥയാണ്. ഈ സമർത്ഥിൻ്റെ കീഴിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമൊക്കെ വരുന്നത്. അത് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഉജ്ജ്വല എന്ന് പറയുന്ന സ്കീം, അതുപോലെ തന്നെ സ്വധർ ഗ്രേ എന്ന് പറയുന്ന സ്കീം, ഇതൊക്കെ ഈ സമർത്ഥ്യ സ്കീമിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് റെയർ എർത്ത് മിനറൽസ് ആണ്. സോ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ഒരു 17 മിനറൽസിനെയാണ് ഇപ്പോൾ നിലവിൽ റെയർ എർത്ത് എലമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്തുള്ള ഈ 17 മിനറൽസിനകത്തുള്ള 15 എണ്ണം ലാൻതനൈഡ്സ് ആണ്. ഈ പീരിയോഡിക് ടേബിളിനകത്തുള്ള ലാൻതനൈഡ്സ് ആണ്. അതുകൂടാതെ സ്കാൻഡിയം, അതുപോലെ തന്നെ ഇട്രിയം എന്നീ 2 എണ്ണം കൂടി ആഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന 17 മിനറൽസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കോമൺലി റെയർ എർത്ത് മിനറൽസ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ലാൻതനൈഡ്സിന് സിമിലർ ആയിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ സ്കാൻഡിയത്തിനും അതുപോലെ തന്നെ ഇട്രിയത്തിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് 15 എണ്ണത്തിനും കോമൺലി ഇങ്ങനെ റെയർ എർത്ത് മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഇനി റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പാണ് മൾട്ടിലാറ്ററൽ മിനറൽസ് സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ MSP എന്ന് പറയുന്നത്. ഇത് 2022 ജൂണിലാണ് അനൗൺസ് ചെയ്യുന്നത്. COVID-19 പാൻഡമിക്കും അതുപോലെ തന്നെ US ചൈന ട്രേഡ് ഇഷ്യൂസൊക്കെ നിലവിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് അനൗൺസ് ചെയ്യപ്പെടുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും അധികം റെയർ എർത്ത് എലമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അതിൻ്റെ ഒരു എക്സ്പോർട്ടിനകത്തൊരു കംപ്ലീറ്റ് മൊണോപ്പൊളി അവർക്കുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് ഈ ഒരു മൾട്ടിലാറ്ററൽ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ചെയിൻ, ഒരു റോബസ്റ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിനകത്ത് ഇന്ത്യ ഒരു ഭാഗമല്ല എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക.
ഇനി അടുത്ത ടോപ്പിക്ക് ഗിഫ്റ്റ് സിറ്റിയാണ്. സോ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഇപ്പോൾ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അതിനെ ചുരുക്കി പറയുന്നതാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഇത് ഗുജറാത്തിൽ ഇപ്പോൾ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഒരു അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടി സർവീസസ് സ്പെഷ്യൽ എക്കണോമിക് സോണും ഇപ്പോൾ ഈ പറയുന്ന സർവീസ് സെക്ടറിനകത്തുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള വേരിയസ് പ്ലേയേഴ്സിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൾട്ടി സർവീസസ് സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റത്തെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററും ഈ ഗിഫ്റ്റ് സിറ്റിയിൽ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നഷീലി ഗോലിയ എന്ന് പറയുന്നതാണ്. ബേസിക്കലി ഈ ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കറിയാം ഈ ഹെറോയിനൊക്കെ പോലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസ് കിട്ടാതിരിക്കുന്ന സമയത്ത് ആളുകൾ ഓൾറെഡി നമ്മൾ മെഡിക്കൽ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഇത്തരത്തിലുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആയിട്ട് മിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റാമ്പൻ്റ് ആയിട്ടുള്ള അബ്യൂസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഉണ്ട്. അത് ലോക്കലി നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പഞ്ചാബ് ഏരിയയിലൊക്കെ അറിയപ്പെടുന്നത് നഷീലി ഗോലിയാൻ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ടാബ്ലറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പഞ്ചാബിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ഡ്രഗ് അബ്യൂസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് പഞ്ചാബ്. അപ്പോൾ അവിടെ ഇത് വലിയൊരു ത്രെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ന്യൂസ് ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഈസിലി ആക്സസിബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇത് ലീഗലി നിരോധിച്ചിട്ടില്ലാത്ത ഡ്രഗ്സ് ആണ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡ്രഗ് അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഈ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളിലേക്ക് ആക്സസ് കിട്ടാതായി കഴിഞ്ഞാൽ അവരൊരു സെക്കൻഡറി ചോയ്സ് ആയിട്ട് വലിയ ഇതിലും യൂസ് ചെയ്യുന്നത് ഇതാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇനി ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് ഇന്ത്യയിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985. അപ്പോൾ ഇന്ത്യയിലെ NDPS ആക്ട് അനുസരിച്ചാണ് ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡ്രഗ്സിൻ്റെ പ്രൊഡക്ഷന്, മാനുഫാക്ചറിങ്, കൾട്ടിവേഷന്, പൊസഷന്, സെയിൽസ്, പേർച്ചേസ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കൺസംഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ NDPS ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബോഡിയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ NCB എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. സോ ഇപ്പോൾ ഇന്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അസാമും മേഘാലയയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. സോ അപ്പോൾ അസാമും മേഘാലയയും തമ്മിൽ ഇന്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട് ഇടക്കാലത്ത് വലിയ രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്തിരുന്നതാണ്. ഇപ്പം ഇന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ് നമുക്ക് ഹിന്ദു പത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മേഘാലയയും അസാമും തമ്മിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ടിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മേഘാലയ ആക്ച്വലി പണ്ട് കാലം തൊട്ടേ അസാം സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് 1972 അസാമിലെ ഈ ഗാരോ, കാസി, ജയന്തിയ എന്നീ 3 മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് മേഘാലയ എന്ന് പറയുന്ന പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 72 മുമ്പ് 60കളുടെ അവസാനത്തിൽ തന്നെ മേഘാലയനെ അസാമിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആക്കി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആക്കിയിട്ട് ഒരു സബ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 72 ഈ മണിപ്പൂരും ത്രിപുരയൊക്കെ സ്റ്റേറ്റുകളായിട്ട് മാറിയിട്ടുള്ള അതേ കാലഘട്ടത്തിൽ മേഘാലയയും ഒരു സംസ്ഥാനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ മേഘാലയയും അസാമും തമ്മിൽ ഏകദേശം 884 കിലോമീറ്റർ ദൂരമുള്ള ഇൻഡർസ്റ്റേറ്റ് ബോർഡർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബോർഡറിനകത്ത് ഏകദേശം 12ഓളം പോയിന്റ്സ് ഓഫ് ഡിസ്പ്യൂട്ടുകൾ ഈ മേഘാലയക്കും അസാമിനും ഇടയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മേഘാലയനെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത് അസാം റീഓർഗനൈസേഷൻ മേഘാലയ ആക്ട് ഓഫ് 1969 അടിസ്ഥാനത്തിലാണ്. അതിലാണ് ഇവരുടെ ബോർഡർ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോർഡറിനകത്ത് പല ഏരിയാസും മേഘാലയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ മേഘാലയക്കാരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ 12ഓളം വരുന്ന ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസിൽ ഏകദേശം 6ഓളം സെക്ടേഴ്സ് 2021 ഈ ഹോം മിനിസ്റ്ററുടെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ചർച്ചയിലൂടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ ഡിസ്പ്യൂട്ട് നിലവിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ബോർഡർ ഡിസ്പ്യൂട്ടിനുള്ളൊരു കാരണം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഘാലയനൊക്കെ കാർവ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1951 ഒരു ഗോപിനാഥ് ബർദോളെ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോർഡേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേഘാലയക്കാർ ഈ ബോർഡർ അംഗീകരിക്കുന്നില്ല. ഇതിനകത്ത് 12ഓളം പോയിന്റ്സിൽ ഡിസ്പ്യൂട്ട് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ മേഘാലയയുടെ ഭാഗമായിട്ടുള്ള ജയന്തിയ ഹിൽസിൻ്റെ ചില ഏരിയാസ് അസാമിലെ ഒരു ട്രൈബൽ ഏരിയ ആയിട്ടുള്ള കാർബി ആംഗ്ലോങ് ഡിസ്ട്രിക്റ്റിന് വിട്ടു നൽകണം എന്നതിനകത്ത് ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മേഘാലയയിലെ ഗാരോ ഹിൽസിലുള്ള കുറച്ച് ഏരിയാസ്
ഈ അസാമിലുള്ള ഒരു ഗോൽപാറ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ ഗാരോ ഹിൽസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള, അപ്പോൾ ആ ഒരു സ്ഥലത്തിന് വിട്ടുകൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ്, അല്ലെങ്കിൽ മേഘാലയ ബോർഡർ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അധികം ഈ 12 ഡിസ്പ്യൂട്ടിംഗ് ഏരിയാസിൽ ഏറ്റവും പ്രശ്നമുള്ളത് ഈ വെസ്റ്റ് ഗാരോ ഹിൽസ് റീജിയനിൽ, അല്ലെങ്കിൽ വെസ്റ്റ് ഗാരോ ഹില്ലിൽ അസാമിലെ കാമരൂപ് ഡിസ്ട്രിക്റ്റുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. അതാണ് മേഘാലയയിലെ ഡിസ്ട്രിക്റ്റ് ഓഫ് ലാങ്പി എന്ന് പറയുന്നത്. ലാങ്പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് വലിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങളുള്ളത്. സോ അപ്പോൾ അതിനകത്ത് ഈ അസാം, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അസാമിലുള്ള മിക്കീർ ഹിൽസിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ മേഘാലയ പറയുന്നത് പണ്ടുണ്ടായിരുന്ന യുണൈറ്റഡ് കാസിയാൻ ജയന്തിയ ഹിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മേഘാലയയുടെ ഭാഗമായിട്ട് എടുക്കണം എന്നുള്ളതാണ് മേഘാലയയുടെ ആവശ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോർഡർ ഡിസ്പ്യൂട്ടാണ് അസാമും മേഘാലയയും തമ്മിൽ നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കൊളംബിയയാണ്. സോ കൊളംബിയ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. പ്രൊഡോമിനൻ്റ്ലി, അല്ലെങ്കിൽ കൊളംബിയയുടെ വാസ്റ്റ് മെജോറിറ്റി ഏരിയാസും സൗത്ത് അമേരിക്കയുടെ ഭാഗമാണെങ്കിലും ഈ കൊളംബിയയുടെ നോർത്തേൺ സൈഡിലുള്ള ചില ഐലൻഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻസുലാർ റീജിയൻ ഉണ്ട്. ആ ഇൻസുലാർ റീജിയൻ ജിയോഗ്രഫിക്കലി നോർത്ത് അമേരിക്കയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ കൊളംബിയയുടെ ചില ഏരിയാസ്, ഇപ്പോൾ ഈ ഇൻബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നോർത്ത് അമേരിക്കയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് മനസ്സിലാക്കുക. ഇവരുടെ ക്യാപിറ്റൽ ബൊഗോട്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ബൊഗോട്ട എന്ന് പറയുന്ന സിറ്റിയാണ് അവരുടെ ക്യാപിറ്റൽ. ലോകത്തിലെ 17ഓളം വരുന്ന മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങളിൽ ഒന്നാണ് കൊളംബിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർ സ്ക്വയർ മൈൽ ബയോഡൈവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ഹയസ്റ്റ് ലെവൽ ഓഫ് പെർ സ്ക്വയർ മൈൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള രാജ്യം കൊളംബിയയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഓവറോൾ ബയോഡൈവേഴ്സിറ്റി ഉള്ള രാജ്യവും കൊളംബിയയാണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ ഈ അറ്റ്ലാന്റിക്കിലും പസഫിക് ഓഷനിലും കോസ്റ്റ് ലൈനും അതുപോലെ തന്നെ ഐലൻഡ്സും ഉള്ള ഒരേ ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം കൂടിയാണ് കൊളംബിയ. ഇനി കൊളംബിയയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും കൂടി ഒന്ന് നോക്കുക. വെനസ്വേല, അതുപോലെ ബ്രസീൽ, പെറു, ഇക്വഡോർ, പനാമ, പിന്നെ അതുപോലെ തന്നെ പസഫിക് ഓഷൻ, ഈ കരീബിയൻ സീ, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷൻ എന്നീ സ്ഥലങ്ങളുമായിട്ടാണ് ഇവർക്ക് ബേസിക്കലി ബോർഡേഴ്സ് ഉള്ളതും കൂടി മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.